പ്രിയപ്പെട്ടവരെ നമസ്കാരം. രുക്മിണി സ്വയംവരം ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് രുക്മി തൻ്റെ സഹോദരിക്ക് വിവാഹം കഴിക്കാൻ വരേണ്ടുന്ന വരന്മാർക്കുണ്ടാവേണ്ടുന്ന യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു യോഗ്യതയുണ്ടെങ്കിൽ മറ്റൊരു യോഗ്യത കുറവ്, അയോഗ്യത മിക്കവർക്കുമുണ്ട് എന്ന് പറയുകയും വളരെ രസകരമായ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് രുക്മിയുടെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തുന്ന സ്ഥലത്താണ് നമ്മൾ നിർത്തിയത്. നമ്മളതുകൊണ്ടാണ് അന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പൂർത്തീകരിക്കാൻ ആ ഒരു ക്ലാസ്സിൽ ഒതുങ്ങുകയുമില്ല. എന്നാൽ അത് എങ്ങനെ പറഞ്ഞാലും ആ ക്ലാസ്സിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളത് അടുത്തൊരു ക്ലാസ്സിലേക്കായിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് അത് പറയാം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്? ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നായിരുന്നു രുക്മിയുടെ മനസ്സിലിരിപ്പ്. രുക്മിയുടെ സുഹൃത്തായിരുന്നു. അതുമാത്രമല്ല, കൃഷ്ണൻ്റെ ശത്രുവാണ്, കൃഷ്ണനാൽ വധിക്കപ്പെടുമെന്ന അശരീരി ഉണ്ടായിട്ടുള്ള രാജാവാണ്, ചേതി രാജാവാണ് ശിശുപാലൻ. ശിശുപാലൻ്റെ ജനനം തന്നെ വളരെ പ്രത്യേകതകളുള്ളതാണ്. വിചിത്രമായ അവസ്ഥയിൽ ജനിച്ച ഒരാളാണ് ശിശുപാലൻ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. തൻ്റെ സുഹൃത്തായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു വളരെ നമ്മളീ പറഞ്ഞ ഗുണങ്ങളെല്ലാം തികയുന്ന ഒന്നായിരിക്കണം. ആദ്യം ഭീഷ്മകൻ ഒരുപാട് യോഗ്യതകൾ പറഞ്ഞുവല്ലോ, ഇങ്ങനെയാവണം യോഗ്യതകളെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് രുക്മി യോഗ്യതകളെയും അയോഗ്യതകളെയും കുറിച്ച് പറഞ്ഞല്ലോ. ഇനി പറയുന്നത് ഈ പറയുന്ന യോഗ്യതയെല്ലാമുള്ള ഒരാളാണ് ശിശുപാലൻ എന്നാണ്. ആ പറയുന്ന യോഗ്യതകളെല്ലാം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല അവിടെ പറയുന്നത്. രുക്മിയുടെ മനസ്സിലിരിപ്പ് അതായിരുന്നു. രുക്മിയുടെ സുഹൃത്തായിരുന്നു ശിശുപാലൻ. അപ്പോൾ ശിശുപാലനെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ചു കൊടുക്കണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, നല്ല നാട്ടുഭാഷയിൽ പറഞ്ഞതാ, പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശിശുപാലനെ പറ്റി പറഞ്ഞു. ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ശിശിരാചലപതി തന്നോട് മകളെ ശശിചൂടന് വേൾപ്പാൻ നൽകി. അതുപോലെ ശശിചൂടന്, അതായത് ചന്ദ്രശേഖരന്, ശിവന് ഹിമവാൻ തൻ്റെ മകളായ പാർവതിയെ വിവാഹം കഴിച്ചു കൊടുത്തതുപോലെ അത്രമേൽ ചേർച്ചയുള്ള ദമ്പതികളാണ് ശിവപാർവതി എന്നൊരു സങ്കല്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ അതുമായി ബന്ധപ്പെട്ടൊരു സമയത്താണ് നമ്മളിത് സംസാരിക്കുന്നത്. ഇന്നലെ തിരുവാതിരയായിരുന്നല്ലോ. ഈ തിരുവാതിരയുടെയൊക്കെ സങ്കല്പം തന്നെ ഈ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി യുവതികൾ നോക്കുന്ന നൊയമ്പാണ് ഈ തിരുവാതിര നൊയമ്പ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അത് തന്നെ ഈ മാതൃകാ ദമ്പതിമാരെന്ന നിലയ്ക്ക് ഉള്ള ശിവപാർവതി സംഗമത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ശിശിരാചലപതി തന്നോട് മകളെ ശശിചൂടന് വേൾപ്പാൻ നൽകി. ശിവന് പാർവതിയെ ഹിമവാൻ വിവാഹം കഴിച്ചു കൊടുത്തതുപോലെ, ശിശിരാചലപതി എന്ന് പറഞ്ഞാൽ ഹിമവാൻ, അതുപോലെ ഒത്തിണങ്ങുന്നതായിരിക്കും, അതുപോലെ ചേർച്ചയുള്ള ഒരു ബന്ധമായിരിക്കും ഈ വിവാഹം നടന്നാൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്നതുപോലെ നന്നായി വരുമതി സുന്ദരനാമവനോടിവൾ ചേർന്നാൽ, എന്നതുപോലെ നന്നായി വരും. ശിവനെ പാർവതിയെ ശിവൻ വിവാഹം കഴിച്ചതുപോലെ നന്നായിട്ട് വരും. എങ്ങനെ? ശിശുപാലൻ തൻ്റെ സഹോദരിയായ രുക്മിണിയെ വിവാഹം കഴിച്ചാൽ എന്നാണ് പറഞ്ഞത്. ഇനി ശിശുപാലന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നാണ് തുടർന്ന് പറയുന്നത്. വേദിയർ പലരും ബഹുമാനിച്ചു ആദിയിൽ അവനുടെ ജനനദശായാം ജനനീഗർഭേ നിന്നു ജനിച്ചുടൻ അവനീഭാഗേ വീഴുന്നേരം അവനീപാലന് 3 ഭുജങ്ങളും അവയവശോഭയും എത്ര വിചിത്രം. ഒന്നിച്ച് വായിക്കണം എന്നുള്ളതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞത്. ഇനി എന്താണെന്ന് പറയാം. വേദിയർ പലരും ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ വേദജ്ഞരായിട്ടുള്ള ആളുകൾ, വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള വേദജ്ഞന്മാർ, വിദ്വാൻമാർ, പണ്ഡിതന്മാർ ഒക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ് ശിശുപാലൻ. സാധാരണഗതിയിൽ പണ്ഡിതന്മാരെ
നാട്ടിലുള്ള എല്ലാവരും ബഹുമാനിക്കാറുണ്ട്. നാട്ടിലുള്ള അത്യാവശ്യം ഒരു പാണ്ഡിത്യമുള്ള ഒരാളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തോടൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. ആ പാണ്ഡിത്യത്തോടുള്ള റെസ്പെക്റ്റ് ആ വ്യക്തിക്ക് കിട്ടുന്ന റെസ്പെക്റ്റായി മാറും. ആ പാണ്ഡിത്യത്തിന് കിട്ടുന്ന ബഹുമാനം ആ വ്യക്തിക്ക് കിട്ടുന്ന ബഹുമാനമായിട്ട് മാറും, ഇല്ലേ? നമ്മുടെ ചുറ്റിലും കുറച്ച് ജ്ഞാനമുള്ള ആളുകളെ, പണ്ഡിതരായിട്ടുള്ള ആളുകളെ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കാറുണ്ട്, ആ ജ്ഞാനത്തെ മാനിക്കാറുണ്ട്, അല്ലേ? അങ്ങനെ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ബഹുമാനിക്കുന്ന ആൾ, അതാണ് വ്യത്യാസം. പണ്ഡിതന്മാരായിട്ടുള്ള വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ ബഹുമാനിക്കുന്നയാൾ, അപ്പോൾ അവരെക്കാൾ മുകളിലാണ് ശിശുപാലൻ്റെ സ്ഥാനം എന്നാണ് പറഞ്ഞു വരുന്നത്. പണ്ഡിതന്മാരാൽ ബഹുമാനിക്കപ്പെടുന്നവൻ, വേദിയർ പലരും ബഹുമാനിച്ചു. വേദജ്ഞരായിട്ടുള്ള ആളുകൾ പലരും ബഹുമാനിക്കുന്ന ഒരാളാണ് ശിശുപാലൻ. പിന്നെയോ ആ ശിശുപാലൻ എങ്ങനെയാണ്? ആദിയിൽ അവനുടെ ജനനദശയിൽ എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ച സമയത്ത്, ശിശുപാലൻ ജനിച്ച സമയത്ത് എങ്ങനെയായിരുന്നു? ജനനദശ എന്ന് പറഞ്ഞാൽ ജനിച്ച സമയം, ആദിയിൽ എന്ന് പറഞ്ഞാൽ പണ്ട് അവൻ ജനിച്ചപ്പോൾ. അവൻ ജനിച്ച സമയത്ത് ജനനീഗർഭേ നിന്നു ജനിച്ച്, ജനനി എന്ന് പറഞ്ഞാൽ അമ്മ, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് അവൻ ജനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ജനനീഗർഭേ നിന്നു ജനിച്ചുടൻ അവനീ ഭാഗേ വീഴുന്ന നേരം. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, അവനീ ഭാഗേ എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ, അവൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ എങ്ങനെയിരുന്നു? അവനീപാലന് 3 ഭുജങ്ങളും. അവനീപാലൻ, അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, പാലൻ എന്ന് പറഞ്ഞാൽ പാലിക്കുന്നവൻ. അവനീപാലൻ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പാലിക്കുന്നവൻ, ഭൂമിയെ പാലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. അവനീപാലൻ, അവർ ശിശുപാലൻ ചേതി രാജവംശത്തിൽ ജനിച്ച ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജവംശത്തിൽ ജനിച്ചു വീഴുന്നവരൊക്കെ സ്വാഭാവികമായിട്ട് രാജാക്കന്മാരായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവനീപാലൻ എന്ന് ശിശുപാലനെ വിളിക്കാൻ കാരണം. അവനീപാലന് 3 ഭുജങ്ങളും 3 കൈകളോടുകൂടിയാണ്. വിചിത്രമായ ജനനം, കണ്ണുകൾ കൂടുതലുണ്ടായിരുന്നു, ഭുജങ്ങൾ, കൈകൾ കൂടുതലുണ്ടായിരുന്നു. 3 കൈകളോടുകൂടിയാണ്, വിചിത്ര രൂപത്തോടുകൂടിയാണ് ശിശുപാലൻ ജനിച്ചത്. ശിശുപാലനെ കുറിച്ചുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ശ്രീകൃഷ്ണൻ അവിടെ വരികയും, ശ്രീകൃഷ്ണനുമായിട്ടൊരു ബന്ധുത്വമുണ്ട്, അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അവിടെ വരികയും ശ്രീകൃഷ്ണൻ മടിയിലിരുത്തിയപ്പോൾ ആ കൂടുതലായിട്ടുള്ള കൈകൾ അപ്രത്യക്ഷമാവുകയും ശരീരം നല്ല കോമളാംഗമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് ശിശുപാലനെ കുറിച്ചുള്ള കഥ. അപ്പോൾ ആ ജനനത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവനീപാലന് 3 ഭുജങ്ങളും അവയവശോഭയും എത്ര വിചിത്രം. അവയവങ്ങളുടെ ശോഭ എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ സൗന്ദര്യം വളരെ വിചിത്രമായിരുന്നു. വിചിത്രം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായൊരു ചിത്രം എന്നേ അർത്ഥമുള്ളൂ. വിചിത്രം, മറ്റുള്ളിടത്തൊന്നും കാണാത്ത ഒന്നിനെയാണ് നമ്മൾ വിചിത്രമായ കാഴ്ച എന്ന് പറയല്ലേ. അപ്പം മറ്റുള്ളിടത്തൊന്നും കാണാത്ത തരത്തിലുള്ള അവയവശോഭയായിരുന്നു ശിശുപാലനുണ്ടായിരുന്നത്. വ്യത്യസ്തതയുണ്ടായിരുന്നു. 3 കൈകളൊക്കെ ആയിട്ടല്ലേ ജനിച്ചത്. അവനുടെ വൈരിയൊരുത്തൻ ചെന്നങ്ങ് അവനെ കയ്യിലെടുത്തൊരു സമയേ. അവനുടെ വൈരിയൊരുത്തൻ, വൈരി എന്ന് പറഞ്ഞാൽ അവന് ശത്രുവായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ വൈരം എന്ന് പറഞ്ഞ ശത്രുതയാണ്. വൈരി എന്ന് പറഞ്ഞാൽ ശത്രുവായിട്ട് നിൽക്കുന്ന ആൾ. ശത്രുവായിട്ട് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ജനന സമയത്ത് തന്നെ ഒരു അശരീരി ഉണ്ടായിരുന്നു, ശിശുപാലൻ കൃഷ്ണൻ്റെ കൈകളാൽ കൊല ചെയ്യപ്പെടും എന്ന്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കൃഷ്ണൻ രുക്മിണിയെ പിന്നീട് ഈ പാഠഭാഗത്ത് അത് പറയുന്നില്ല, പിന്നീട് രുക്മിണിയെ കടത്തിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ, വിവാഹം കഴിച്ചു കൊണ്ടുപോയ സമയത്ത് ശിശുപാലന് വലിയ ക്രോധം ഉണ്ടാവുകയും തനിക്ക് വിവാഹം കഴിച്ച് കിട്ടേണ്ടുന്ന അവളെ കൃഷ്ണൻ വിവാഹം കഴിച്ചതുകൊണ്ട് വലിയ കോപം ഉണ്ടാവുകയും കൃഷ്ണനെതിരെ യുദ്ധത്തിന് പോവുകയും കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ വധിക്കുകയുമാണ് ഉണ്ടായത്. അത് പിന്നീട് അതൊരു അശരീരി ഉണ്ടായത് അതുപോലെ ഫലിച്ചു എന്നാണ് കഥ. അപ്പോൾ ഇവിടെ പറയുന്നത് അവൻ്റെ വൈരിയായിട്ടുള്ള കൃഷ്ണൻ. അപ്പം അന്ന് ശിശുപാലൻ ജനിച്ച സമയത്ത് കൃഷ്ണൻ അവിടെ വരികയും കൃഷ്ണൻ്റെ 3 കൈകളായിട്ട് ജനിച്ച ശിശുപാലനെ കൃഷ്ണൻ്റെ മടിയിൽ കിടത്തുകയും ആ സമയത്ത് ശിശുപാലൻ്റെ കൈകൾ അധികം ഉണ്ടായിരുന്ന കൈ അപ്രത്യക്ഷമാവുകയും ഒരു സാധാരണ കുട്ടിയായിട്ട് ശിശുപാലൻ മാറുകയും ചെയ്തു. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കയ്യിലെടുത്തൊരു സമയേ 3-ാം ഭുജമത് സപതി മറഞ്ഞും.
അവനെ കയ്യിലെടുത്ത സമയത്ത് എന്തുണ്ടായിച്ചാൽ ആ മൂന്നാമത്തെ കൈ മറഞ്ഞുപോയി, മൂന്നാമത്തെ കൈ മാഞ്ഞുപോയി. അങ്ങനെ ഒരു സാധാരണ കുട്ടിയായി ശിശുപാലൻ മാറി. അതാണ് മൂന്നാം ഭുജമതു സപതി മറഞ്ഞും മൂന്നുലകൊക്കെ നിറഞ്ഞൊരു യശസ്സും. ഈ മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന യശസ് പറഞ്ഞാൽ കീർത്തി, പ്രശസ്തി, ശോഭ ആർക്കുണ്ടായി? ശിശുപാലന് ഉണ്ടായി. മൂന്നുലകൊക്കെ നിറഞ്ഞൊരു യശസ്സും, നിറഞ്ഞൊരു യശസ്സും എന്നാണ് ഇവിടെ കേട, നിറഞ്ഞ യശസ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചില വരികൾ വായിക്കുമ്പോൾ ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വായിക്കണം കേട്ടോ. വെറുതെ വായിച്ചു പോയി. നിറഞ്ഞൊരു യശസ്സും, അങ്ങനെ നിറഞ്ഞ യശസ് ആണ് കേട്ടോ. ഇപ്പോൾ മൂന്ന് ഉലകും മൂന്ന് ലോകങ്ങളും നിറഞ്ഞ ഒരു യശസ്സുള്ളവനാണ് ആര്? ശിശുപാലൻ. അതിശയമുള്ളൊരു പുരുഷനവൻ പുനരതിബല വീര്യപരാക്രമശാലി. അവനുള്ള ഗുണങ്ങളാണ് ഇനി പിന്നീട് എണ്ണി എണ്ണി പറയുന്നത്. എന്താണ്? അതിശയമുള്ളൊരു പുരുഷൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ അതിശയം തോന്നുന്നൊരു പുരുഷനാണവൻ. പുനരതിബല വീര്യൻ, അതിയായിട്ടുള്ള ബലമുള്ളവനാണ്, അതിയായിട്ടുള്ള വീര്യമുള്ളവനാണ്, പരാക്രമശാലിയുമാണ്, മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ശക്തിയുള്ളവനുമാണ്. അപ്പോൾ എന്തുണ്ട്? ബലമുണ്ട്, വീര്യമുണ്ട്, ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. ഈ മൂന്നും ഒത്തിണങ്ങിയാലല്ലേ കാര്യമുള്ളൂ. ബലം മാത്രമുണ്ട്, നല്ല ബലമുണ്ട്, വീര്യമില്ലെങ്കിൽ പോയില്ലേ കാര്യം? ബലം കൊണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആനയുടെ ശക്തി അറിയില്ല എന്ന് പറയുന്നത് പോലെ ചിലർ അങ്ങനെ ബലമുണ്ട് പക്ഷെ വേണ്ടത്ര വീര്യമില്ലാത്തതുകൊണ്ട് പലയിടത്തുനിന്നും പിൻവാങ്ങി പോവുക, സ്വന്തം ബലം അറിയാത്തതുകൊണ്ട് പിൻവാങ്ങി പോവുക. അപ്പോൾ ബലം മാത്രം പോരാ, അപ്പോൾ ബലമുണ്ട്, വീര്യമുണ്ട്, പിന്നെന്താണ്? ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു യോദ്ധാവാണ് എന്നർത്ഥം. ശിശുപാലൻ നല്ലൊരു യോദ്ധാവാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു യോദ്ധാവായിട്ടുള്ള ഒരാളല്ലേ തൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. അതിബലവീര്യ പരാക്രമശാലി പ്രതിപട പടലമശേഷമർപ്പാൻ. പ്രതിപട പടലം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ, പടലം എന്ന് പറഞ്ഞാൽ കൂട്ടം, ശത്രുക്കളുടെ കൂട്ടത്തെ ഹരിക്കാൻ, അവരെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ആളാണ് ശിശുപാലൻ. അതാണ് പ്രതിപട പടലം അശേഷമർപ്പാൻ. അശേഷമർപ്പാൻ, അശേഷം എന്ന് പറഞ്ഞാൽ അല്പം പോലും അവശേഷിപ്പിക്കാതെ, അല്പം പോലും അവശേഷിപ്പിക്കാതെ ശത്രുക്കളുടെ കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ കെൽപ്പുള്ള ആളാണ് ശിശുപാലൻ എന്നാണ് പറയുന്നത്. വ്യക്തമാണല്ലോ, പറയുന്നത് വ്യക്തമായിട്ട് കൂടെ തന്നെ പോന്നോളൂ കേട്ടോ, ശ്രദ്ധിക്കാം. പിന്നെയോ മതിമാനവനിഹ മതിയാമൊരുവൻ, മതിലും ഗോപുരം എത്ര മനോഹരം അതിലും വിസ്മയം എഴുനിലമാടും. എന്നിട്ട് പറയാണ് മതിമാനവനിഹ. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധി എന്നൊരർത്ഥമുണ്ട് മതിക്ക്. മതി എന്ന വാക്കിന് മതി എന്ന അർത്ഥമുണ്ട്. തമിഴ് എന്ന് പറഞ്ഞാൽ ഇത് മതി എന്ന് നമ്മൾ പറയില്ല, ഇത് പോതും എന്ന് തമിഴിൽ പറയുന്ന പോലെ, അതാണ് മതി എന്നർത്ഥമുണ്ട്. ബുദ്ധി എന്നർത്ഥമുണ്ട്, ചന്ദ്രൻ എന്നർത്ഥമുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് ബുദ്ധിമാൻ എന്ന അർത്ഥത്തിലാണ്. ഒരു മതി എന്ന ആ അർത്ഥത്തിലും അത് പ്രയോഗിക്കുന്നുണ്ട്. പിന്നെയോ അതിന് നമുക്ക് വേറെ രീതിയിലും എടുക്കാം. എങ്ങനെയാണ്? മതിമാനവനിഹ മതിയാമൊരുവൻ. ഇവൻ മതി, ഈ മാനവൻ മതി, എന്തിനും പോരുന്നവനാണ് എന്ന അർത്ഥത്തിലും അവിടെ പ്രയോഗിക്കുകയാണ്. മതിമാനവൻ ഇഹ മതിയാമൊരുവൻ, ഇവൻ തന്നെ മതി. എന്തിനും അതാണ്, എന്തിനും പോകുന്നവരാണ്. വീര്യമുണ്ട്, പരാക്രമമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് ശോഭയുണ്ട്, എല്ലാം വന്നല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? വിലക്ഷണമായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലത്തെ വിക്കില്ല, മുടന്തില്ല, മന്തില്ല, പൊക്കക്കുറവില്ല, പല്ലില്ലാത്ത പ്രശ്നമില്ല, മൂഞ്ഞിയും മുഖം ഒന്നായിട്ടുള്ള മുഖമല്ല. നേരത്തെ പറഞ്ഞ കുറവുകളൊക്കെ പിന്നെ പടയ്ക്ക് പിമ്പിലല്ല, പടയ്ക്ക് മുമ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അയാൾക്ക് എന്തൊക്കെ ഭൗതിക സ്വത്തുക്കളുണ്ട്, അയാൾക്ക് എന്തെല്ലാം ഭൗതിക സമ്പത്തുണ്ട് എന്നാണ് തുടർന്ന് പറയുന്നത്.
മതിലും ഗോപുരം എത്ര മനോഹരം. കൊട്ടാരത്തിന് നല്ല മനോഹരമായിട്ടുള്ള മതിലുണ്ട്, അതിന് ഗോപുരങ്ങളുണ്ട്. നിങ്ങൾ വലിയ പഴയ കൊട്ടാരങ്ങളിലൊക്കെ കണ്ടാൽ എന്താണ് ഗോപുരം? വലിയ ചുറ്റുമതിലുണ്ടാവും, അതിൻ്റെ 4 ഭാഗങ്ങളിലായിട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഗോപുരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അറിയാമല്ലോ, കവാടങ്ങൾ, ഗോപുരങ്ങൾ പല മാതൃകയിലുള്ള അതാത് കാലഘട്ടത്തിൻ്റെ ആർക്കിടെക്റ്റുമായിട്ട് ശില്പകലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇതിന് ഗോപുരം എന്ന് പറയുന്നത്. മതിലും ഗോപുരം എത്ര മനോഹരം, അതിലും വിസ്മയം 7 നില മാടം. അതിലും വിസ്മയം. മതിലുണ്ട്, ഗോപുരമുണ്ട്, അത് വളരെ മനോഹരമാണ്. അവിടെ മതിലും എന്ന് പറയുന്നുണ്ട്. അവിടെ മതിൽ എന്ന അർത്ഥത്തിലാട്ടോ, അതിൽ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അകാരമാണേ. അപ്പോൾ ആദ്യം ഒരു മതിൽ പറഞ്ഞല്ലോ, എന്താ വീണ്ടും മതിൽ പറയുന്നതെന്ന് വിചാരിക്കരുത്. അതിലും മനോഹരം നമ്മൾ പറയില്ല, അതിനേക്കാൾ, ആ അർത്ഥത്തിലാണ് ഇവിടെ രണ്ടാമത്തെ മതിലും വരുന്നത്. അത് ഒന്നിച്ച് വായിക്കുമ്പോൾ അകാരത്തിൽ വായിക്കാം. എങ്ങനെയാണ്? മതിലും ഗോപുരം എത്ര മനോഹരം, അതിലും. മനസ്സിലായല്ലോ? അതിലും വിസ്മയം 7 നില മാടം. 7 നിലയുള്ള മാടമാണ് എന്ന് പറഞ്ഞാൽ 7 നിലകളുള്ള കൊട്ടാരം. അത് ഈ മതിലിനേക്കാളും ഈ ഗോപുരത്തെക്കാളും ഒക്കെ വിസ്മയം ഉണ്ടാക്കുന്ന, അത്ഭുതമുണ്ടാക്കുന്ന കാഴ്ചയാണ് ആ 7 നില മാടം എന്ന് പറയുന്നത്. അതാണ് മതിയുടെ മണ്ഡലം അതിലംഘിപ്പാൻ മതിയുള്ളൊരു മഹാസൗധങ്ങളും. മതിയുടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ചന്ദ്രമണ്ഡലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതി എന്ന വാക്കിന് ചന്ദ്രൻ എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോൾ ചന്ദ്രൻ എന്നുകൂടി അർത്ഥം ഉണ്ടുമ്പോൾ, അപ്പോൾ ഇവിടെ നേരത്തെ മതി എന്നുള്ളതിന് നമ്മൾ ബുദ്ധി എന്ന അർത്ഥത്തിലാണ് എടുത്തതെങ്കിൽ ഇവിടെ മതി എന്നുള്ളതിനെ നമ്മൾ ചന്ദ്രൻ എന്ന അർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ ഇവിടെ മതിമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രമണ്ഡലം, ഒരു ഉയർന്ന തലം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ചന്ദ്രമണ്ഡലത്തോളം ഉയർച്ചയുള്ള എന്താണ്? മതിയുടെ മണ്ഡലം അതിലംഘിപ്പാൻ മതിയുള്ളൊരു മഹാസൗധം. ചന്ദ്രമണ്ഡലത്തെ പോലും ലംഘിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉയരത്തിലേക്ക് പോവാൻ, അതിനെ പരാജയപ്പെടുത്താൻ കെൽപ്പുള്ള മഹാസൗധങ്ങൾ സ്വന്തമായിട്ട് ഉള്ള ആളാണ് ശിശുപാലൻ. വ്യക്തമാണല്ലോ? അതെ. പിന്നെയോ, മതിയുടെ മണ്ഡലം അതിലംഘിപ്പാൻ മതിയുള്ളൊരു മഹാസൗധങ്ങളും അതിരേകം ധനധാന്യ സമൃദ്ധിയും. പിന്നെന്തുണ്ട്? ധനസമൃദ്ധി എന്നാൽ പണം, സമ്പത്ത്. ധാന്യ സമൃദ്ധി, ധാന്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ എന്താണ് ധാന്യം എന്ന്. അതിന് മാത്രം ഭക്ഷ്യവസ്തുക്കൾ അതും ഇഷ്ടം പോലെ ഉണ്ട്, ധനം ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ടോ ധാന്യ സമൃദ്ധിയും മതിലൊരു. പിന്നെയും മതിലൊരു എന്ന് കാണാം. അത് മതിലൊരു എന്ന് വായിക്കരുതേ. മതിലൊരു എന്ന് വായിച്ചാൽ അവിടെ അർത്ഥം തെറ്റിപ്പോവും. അതിലൊരു എന്ന് വായിക്കണം, കാരണം അത് ഒന്നിച്ചാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ? ധനധാന്യ സമൃദ്ധിയും അതിലൊരു പാതി നമുക്കില്ലർത്ഥം എന്ന് പറഞ്ഞാൽ ശിശുപാലന് എന്തെല്ലാം ഉണ്ടോ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് 7 നില മാടം, വലിയ പ്രാകാരം, അതായത് വലിയ മതില്, ഗോപുരം, ധനസമ്പത്ത്, ധാന്യസമ്പത്ത്, അതിലൊരു പാതി നമുക്കില്ലർത്ഥം. അതിൻ്റെ പകുതി പോലും നമുക്കില്ല എന്നതാണ് സത്യം. അപ്പോൾ വീണ്ടും അവിടെ അർത്ഥം എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിലാണെന്ന് പറയാമോ? അർത്ഥം എന്നുള്ളതും ഇതുപോലെ വിവിധ അർത്ഥങ്ങളെ കുറിക്കുന്ന ഒരു ശ്ലേഷപദമാണ്. അർത്ഥം എന്നുള്ളതിന് മീനിങ് എന്ന അർത്ഥത്തിലുള്ള അർത്ഥമുണ്ട്. ധനം എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അർത്ഥത്തിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള അർത്ഥം അതിലൊരു പാതി നമുക്കില്ല അർത്ഥം. അതിൽ പകുതി പോലും സമ്പത്ത്. അർത്ഥം എന്നുള്ളത് ധനം എന്ന അർത്ഥത്തിലെടുത്താൽ അതിൽ പകുതി പോലും അർത്ഥം നമുക്കില്ല എന്നതാണ് സത്യം. ശിശുപാലനുള്ള അത്രയും സമ്പത്ത് നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് പറയുന്നത്. അതിലൊരു പാതി നമുക്കില്ല അർത്ഥം. ഇനിയോ, അതിമാനുഷനവൻ അവനീ വല്ലഭൻ. അവൻ അതിമാനുഷനാണ്. നമ്മൾ അതിമാനുഷികർ എന്നാരെ വിളിക്കുക? സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത കഴിവുകൾ
ഉള്ളവരെയാണ് അതിമാനുഷൻ എന്ന് പറയും. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത തരം കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ അതിമാനുഷർ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ളൊരു അതിമാനുഷനാണ് നമ്മൾ പറയുക അതീന്ദ്രിയം എന്നൊക്കെ പറയില്ലേ. നമ്മൾ സാധാരണ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, മുകളിൽ നിൽക്കുന്ന തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമ്മൾ അതീന്ദ്രിയന്മാർ എന്ന് വിളിക്കും. അതുപോലെ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതിനും മുകളിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ അതിമാനുഷർ എന്ന് വിളിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതിമാനുഷൻ അവൻ അവനീവല്ലഭൻ. അവനീവല്ലഭൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തന്നെ രാജാവ് ആയിട്ടുള്ളവൻ. അതിസുന്ദരൻ, അതിസുകുമാരൻ, നല്ല സുന്ദരനാണ്, നല്ല സൗകുമാര്യമുള്ള ആളാണ്, തികഞ്ഞ സൗന്ദര്യമുള്ള ആളാണ്. പിന്നെയോ ഗതിയും നല്ലൊരു മതിയും രാജ്യസ്ഥിതിയും ക്രീഡാരതിയും കണ്ടാൽ അഴൽപെടുമാ സുരപതിയും ധനപതി ജനപതിമാരും മാമുനിമാരും മതിമുഖിയാകിന രുക്മിണി തന്നെ പതിയാവാൻ ഉചിതൻ ശിശുപാലൻ. നോക്കാൻ എന്താണ് ഗതിയും നല്ലൊരു മതിയും. ഗതി എന്ന് പറഞ്ഞാൽ നല്ല ലക്ഷ്യം, നല്ല ഗതി, ശരിയായ ഗതി. പിന്നെയോ നല്ലൊരു മതിയും, ബുദ്ധി, വിശേഷ ബുദ്ധി. രാജ്യസ്ഥിതി. എന്താ രാജ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ? രാജ്യത്തിൻ്റെ അവസ്ഥ. ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ വയ്ക്കനുസരിച്ചാണ് അവിടുത്തെ രാജാവിൻ്റെ ഈ രാജാവിൻ്റെ വാല്യൂ ഏതർത്ഥത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നോക്കും, ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രതാപവും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ ഒക്കെ പ്രതാപം നിശ്ചയിക്കുന്നത് ആ രാജ്യത്തിൻ്റെ തന്നെ സ്ഥിതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പം നല്ല രാജ്യസ്ഥിതി ഉണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്ക് അതിൻ്റെ പ്രാധാന്യം കിട്ടും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലോകമെമ്പാടും ഒരേ സമയം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ്? ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന അല്ലെങ്കിൽ അത് ലോകത്തിന് മുകളിൽ നേടിയിട്ടുള്ള അപ്രമാദിത്യം കൊണ്ടാണ് അവിടുത്തെ ഭരണാധികാരിക്ക് ആ പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ രാജ്യസ്ഥിതി എന്ന് പറയുന്നത് ആ രാജാവിൻ്റെ സ്ഥിതിയെ കൂടി കാണിക്കുന്നതാണ്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും വേറൊരു ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാൻ പ്രസിഡൻറ്റിനേക്കാളും അല്ലെങ്കിൽ കെനിയൻ പ്രസിഡൻറ്റിനേക്കാളും ഒക്കെ പ്രാധാന്യം, അല്ലെങ്കിൽ ശ്രീലങ്കൻ പ്രസിഡൻറ്റിനേക്കാളും ഒക്കെ പ്രാധാന്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടാവും. അതിൻ്റെ കാരണം അല്ലെങ്കിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയേക്കാളും ഒക്കെ പ്രാധാന്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടാവും ഈ ലോക വ്യവഹാരത്തിൽ. കാരണം എന്താണ്? രാജ്യത്തിൻ്റെ സ്ഥിതി, രാജ്യത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ഇടപെടലുകൾ, അതൊക്കെ അനുസരിച്ചാണ് ആ രാജ്യത്തിൻ്റെ ഒരു പൊതു അവസ്ഥ വെച്ചിട്ടാണ് ഇതാണ്. അമേരിക്കൻ പ്രസിഡന്റ് അതിനേക്കാൾ വലിയ കേന്ദ്ര ബിന്ദുവാണ്, ലോകം മുഴുവൻ ഒറ്റുനോക്കുന്ന. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പോസ്റ്റാണത്, പോസ്റ്റ്, ആ പദവി. കാരണം ആ രാജ്യത്തിൻ്റെ പദവി അനുസരിച്ചാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ പദവി അനുസരിച്ച് അതിൻ്റെ ഈ പറയുന്ന വ്യവഹാരത്തിൽ ഈ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ അത് നമ്മൾ തന്നെ രാജ്യത്ത് ശ്രദ്ധിച്ചാൽ മതി. ഓരോ പ്രധാനമന്ത്രിമാരും മാറി വരുമ്പോൾ അവരെടുക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ, അവരുടെ ഇടപെടലുകൾ, അതെങ്ങനെയാണ് ലോകം അതിലേക്ക് വരുന്നത്, ലോകം എങ്ങനെയാണ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ നല്ലൊരു മതിയും രാജ്യസ്ഥിതിയും, നല്ല രാജ്യസ്ഥിതി കൂടിയുണ്ട്. ക്രീഡാരതിയും കണ്ടാൽ, ക്രീഡാരതി എന്ന് പറഞ്ഞാൽ അവൻ്റെ വിനോദങ്ങൾ കണ്ടാൽ, എൻ്റർടൈൻമെൻറ്റ്, അതാണ് ക്രീഡാരതി. അവൻ്റെ കളികൾ, അവൻ്റെ സ്മാർട്ട്നെസ് എന്നൊക്കെ പുതിയ ഭാഷയിൽ പറയാം. അങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താവും? കണ്ടാൽ അഴൽപെടുമാ സുരപതിയും. അഴൽപെടും എന്ന് പറഞ്ഞാൽ ദുഃഖിക്കും. അഴൽ എന്ന് പറഞ്ഞ ദുഃഖം ആണ്. അഴൽപെടും. ആര് അഴൽപെടും? സുരപതിയും. ആരാ? സുരന്മാരുടെ പതി. സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നർത്ഥം. സുരൻ്റെ വിപരീത പദമാണ് അസുരൻ. അസുരൻ, സുരൻ, അസുരൻ. സുരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്. സുരപതി എന്ന് പറഞ്ഞാൽ ആരാണ്? സുരന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ദേവേന്ദ്രനാണ്. ദേവന്മാരുടെ രാജാവ്, അതാണ് ദേവേന്ദ്രൻ.
ആ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ സകല സൗഭാഗ്യങ്ങൾക്കും നടുവിലിരിക്കുന്ന ഒരാളാണ് ദേവേന്ദ്രൻ. ചുറ്റിലും വിശിഷ്ടമായ വസ്തുക്കൾ മാത്രമേ ദേവലോകത്തുള്ളൂ. ഐരാവതം എന്നുള്ള ആന, കൽപ്പവൃക്ഷം, സർവ്വസ്ഥലത്തും മധു, നിറയുന്ന ചഷകങ്ങൾ, നൃത്തം ചെയ്യാൻ ആളുകൾ, മരണമില്ലാത്ത അവസ്ഥ, അങ്ങനെ അതിസമ്പന്നതയ്ക്ക് നടുവിലിരിക്കുന്ന ആളാണ് ഇന്ദ്രൻ. സ്വന്തമായിട്ട് വജ്രായുധം, എല്ലാത്തിനും ദേവന്മാർ, വരുണൻ, അഗ്നി, എല്ലാ ആളുകളും കയ്യിലുണ്ട്. അശ്വനീകുമാരന്മാർ എല്ലാവരും ഉണ്ട്, രംഭതിലോത്തമന്മാർ, എല്ലാത്തിനും എന്തിനും പോന്ന ഒരു സംവിധാനമാണ്. സ്വർഗലോകത്താണ് ഇരിക്കുന്നത്. ആ ദേവേന്ദ്രൻ പോലും, സുരപതിയായിട്ടുള്ള ദേവേന്ദ്രൻ പോലും ശിശുപാലൻ്റെ ഈ അവസ്ഥ കണ്ടാൽ ശിശുപാലനോട് അസൂയ തോന്നും. ശിശുപാലൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നും, ദുഃഖം തോന്നും. അതാണ് അഴൽപെടും എന്ന് പറയുന്നത്. അഴൽപെടും ആ സുരപതിയും ധനപതി ജനപതിമാരും മാമുനിമാരും. പിന്നെ ആർക്കൊക്കെ വിഷമമുണ്ടാവും? ധനപതിമാരായിട്ടുള്ള ജനപതിമാർ, നല്ല പണമുള്ള ആളുകളാണ് ധനപതിമാർ. അങ്ങനെ വലിയ പൈസക്കാരായിട്ടുള്ള ജനപതിമാർ, രാജാക്കന്മാർ, അവർക്ക് വിഷമം തോന്നും. മാമുനിമാരും, മാമുനിമാർക്കും ഇത് കണ്ടാൽ തോന്നും. കാരണം മാമുനിമാർ വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളാണ്, സമൂഹത്തിൽ വലിയ ആദരവ് പിടിച്ചു പറ്റുന്ന ആളാണ്. അവർക്കും അങ്ങനെ തോന്നും. അതുകൊണ്ട് എന്ത് ചെയ്യാം? മതിമുഖിയാകിന രുക്മിണി തന്നെ. മതിമുഖിയാണ് രുക്മിണി. ഇവിടെ മതി എന്നുള്ളത് വീണ്ടും പ്രയോഗിക്കാം. നമ്പ്യാർ പലയിടത്തായിട്ട് മതി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മതി ഉപയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം അതിന് വ്യത്യസ്ത അർത്ഥങ്ങളാണേ. അത് നമ്മൾ എടുക്കണം. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. മതിമുഖി എന്ന് പറഞ്ഞാൽ ഇവിടെ ചന്ദ്രനെ പോലെ മുഖമുള്ളവൾ എന്നാണ് അർത്ഥം. അത്ര മനോഹരം, അത്ര ശോഭയുള്ള ഒന്നാണ്. നമ്മൾ പണ്ടൊക്കെ ഈ ആളുകളുടെ സൗന്ദര്യം വിവരിക്കാൻ വേണ്ടി ചന്ദ്രനുമായിട്ട് വിവരിക്കാറുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നാണ് ഒരു കവിത. ആരുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോഴും മുഖം ചന്ദ്രനെ പോലെ ഇരിക്കുന്നു. എന്നാൽ പ്രകാശം, ആ ശോഭയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം മതിമുഖിയായിട്ടുള്ള തൻ്റെ പെങ്ങള്, തൻ്റെ സഹോദരി രുക്മിണി, മതിമുഖിയാകിന രുക്മിണി തന്നെ, മതിമുഖിയായ ചന്ദ്രനെ പോലുള്ള മുഖമുള്ള തൻ്റെ സഹോദരിയുടെ പതിയാവാൻ ഉചിതൻ ശിശുപാലൻ. അവളുടെ പതിയാവാൻ എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവാൻ ഉചിതനായിട്ടുള്ളത് ആരാണ്? ശിശുപാലൻ മാത്രമാണ് എന്ന് രുക്മി പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം. അപ്പോൾ അച്ഛൻ ഇതെല്ലാം കേട്ട ശേഷം ഇവരുടെ അച്ഛനായിട്ടുള്ള ഭീഷ്മകൻ പറയുകയാണ്, രുക്മിയോട് പറയുകയാണ്. രുക്മി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശിശുപാലൻ്റെ മഹത്വം വർണ്ണിച്ചുവല്ലോ, വലിയ മഹത്വങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറയാണ്, ഭീഷ്മകൻ പറയാണ്, ഇങ്ങനെ നിന്നുടെ മാനസമെങ്കിൽ അത് അങ്ങനെയെന്ന് പിതാവ് അരുൾ ചെയ്തു. അങ്ങനെയാണ് നിൻ്റെ മനസ്സെങ്കിൽ അത് അങ്ങനെയാവട്ടെ എന്ന് പിതാവ് സമ്മതിച്ചു. അച്ഛന് വലിയ സന്തോഷമായി. എന്നാൽ ശരി, ശിശുപാലൻ ഇത്ര വലിയ ക്യാമറ ആണെങ്കിൽ എന്നാൽ ശിശുപാലന് മകളെ കൊടുക്കാം, നിൻ്റെ പെങ്ങളും കൂടിയാണല്ലോ, നീ വെറുതെ പെങ്ങളെ പറ്റിയിട്ട് അങ്ങനെ, പെങ്ങൾക്കൊരു നല്ല ബന്ധം ആണല്ലോ നീ കൊണ്ടുവരുള്ളൂ, അപ്പോൾ അതുകൊണ്ട് പെങ്ങളെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഇത് ആര് കേട്ടു? രുക്മിണിയുടെ സഖിമാർ കേട്ടു. സഖിമാർ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനും മകനും തമ്മിൽ, രാജാവും രാജകുമാരനും തമ്മിൽ സംസാരിക്കുമ്പോൾ രുക്മിണിയുടെ സഖിമാർ അവിടെ അടുത്തുണ്ടായിരുന്നു. അവരത് കേട്ടു. അവരെന്ത് ചെയ്തു? രുക്മിണി തന്നെ സഖിമാരെ കഥ രുക്മിണിയോടും ചെന്നറിയിച്ചു. അവർ പെണ്ണുങ്ങൾ വേഗം ഓടി ചെന്നിട്ട് രുക്മിണിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡാ നിൻ്റെ കല്യാണമായിട്ടോ, നിന്നതാ ശിശുപാലൻ്റെ കല്യാണം കഴിക്കാൻ പോണു, ഇതാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ വാക്കാണ്, സഖിമാർ പറഞ്ഞ വാക്കാണ് ഇനി പറയുന്നത്. നരപതി കന്യേ, നരപതി രാജാവ്, രാജാവിൻ്റെ പുത്രിയാണ് രാജകുമാരി, അതാണ് നരപതി കന്യ എന്ന് പറഞ്ഞാൽ രാജകുമാരി എന്നാണ് അർത്ഥം. നരപതി കന്യേ നിന്നുടെ വേളിക്കൊരു നരപാലനെ വ്യസ്ത വരുത്തി. രാജകുമാരി, നിൻ്റെ കല്യാണത്തിന് ഒരു നരപാലനെ, നരപാലൻ രാജാവ്, നരന്മാരെ പാലിക്കുന്നവൻ, മനുഷ്യരെ പാലിക്കുന്നവൻ, മനുഷ്യരെ ഭരിക്കുന്നവൻ ആണ് ആര്? രാജാവ്. ഒരു നരപാലനെ വ്യവസ്ഥ വരുത്തി എന്ന് പറഞ്ഞാൽ, വ്യവസ്ഥ വരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക, ഒരു കരാറുണ്ടാക്കുക, ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നർത്ഥം. നിൻ്റെ കല്യാണം ഉറപ്പിച്ചു, നിൻ്റെ കല്യാണം കഴിക്കുന്നത് ഒരു രാജാവാണ്, അതാണ്. എന്നിട്ട് ആരാന്ന് കൂടി സഖിമാർ പറഞ്ഞു കൊടുക്കുകയാണ്. ശിശുവാം നിന്നുടെ ഭർത്താവാൻ ശിശുപാലൻ താൻ എന്നും കേട്ടു.
ശിശുവാം നിന്നുടെ ഭർത്താവാകാൻ. നീ ശിശു എന്ന് പറഞ്ഞാൽ നീ ചെറുപ്പക്കാരി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് കേട്ടോ. നീ ഒരു കൗമാരക്കാരി എന്ന അർത്ഥത്തിലാണ്. ഈ കുട്ടിയായിട്ടുള്ള നിൻ്റെ, ശിശുവായിട്ടുള്ള നിന്നെ, പിന്നെ അവിടെ ഒരു പ്രാസം ഒപ്പിച്ച് പറയുകയും ചെയ്യണം നമ്പ്യാർക്ക്. ശിശു, ശിശുപാൽ, അതിനു വേണ്ടി കൂടിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ശിശുവാം നിന്നുടെ ഭർത്താവാൻ ശിശുപാലൻ താൻ എന്നും കേട്ടു. ശിശുപാലനാണത്രേ നിന്നെ കല്യാണം കഴിക്കുന്നത് എന്നാണ് ഞങ്ങൾ കേട്ടത്. മൂപ്പീന്നും പുനരെളമയും അങ്ങനെ കൽപ്പിക്കുന്നതു പലരും കേട്ടു. മൂപ്പീന്നും പുനരെളമയും അങ്ങനെ. മൂപ്പീന്ന് എന്ന് പറഞ്ഞാൽ രാജാവ് ഭീഷ്മകൻ, പുനരെളമ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ നമ്മുടെ രുക്മി. രണ്ടുപേരും പറയുന്നത് തമ്മിൽ പറയുന്നത് കൽപ്പിക്കുന്നത് പലരും കേട്ടു. രാജാക്കന്മാർ പറയുകയാണെങ്കിൽ കൽപ്പിക്കുക എന്നാണ് പറയുക, അല്ല നമ്മൾ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു എന്ന് പറയില്ല. അതുകൊണ്ടാണ് കൽപ്പിക്കുക. രാജാവ് എന്തു പറഞ്ഞാലും കൽപ്പിച്ചു എന്നേ പറയില്ല. അത് അവരുടെ ഒരു പദവിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്, കൽപ്പന പോലെ എന്നാണ് പറയുക. അതങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുണ്ട്. നമ്മൾ സാധാരണ രാജാക്കന്മാർ സാധാരണ നമ്മളൊന്നും പറയുന്ന പോലെ, ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മളെന്താ പറയുക, രാവിലെ എണീറ്റ് പല്ല് വെച്ചു എന്നേ പറയുള്ളൂ. രാജാവ് പല്ല് വെച്ചാൽ അത് തിരുമുത്ത് വിളക്കുക എന്നാണ് പറയുക. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അവൻ കിടന്നുറങ്ങി എന്നേ പറയുള്ളൂ, ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുക. രാജാവ് കിടന്നുറങ്ങിയാൽ പള്ളി ഉറങ്ങുക എന്നാണ് പറയുക. നമ്മൾ ഉണർന്നു എന്ന് നമ്മൾ ഉണർന്നു എന്നേ പറയുള്ളൂ. രാജാവ് ഉണരുകയാണെങ്കിൽ പള്ളി ഉണർന്നു എന്നേ പറയുള്ളൂ. പള്ളി ഉറക്കം, പള്ളിയറ എന്നേ പറയൂ. നമ്മൾ കിടപ്പുമുറി എന്ന് പറയുന്നതിന് പകരം അത് പള്ളിയറ എന്നേ പറയുള്ളൂ. നമ്മുടെ സാധാരണ മനസ്സ് എന്നാണെങ്കിൽ തിരു മനസ്സ് ആയി മാറും. ആ ഒരു പദവിക്ക് കൊടുക്കുന്ന പരിഗണനയാണ് അത്. അപ്പം അതുകൊണ്ടാണ് അവർ കൽപ്പിക്കുന്നത് അങ്ങനെ കേട്ടു എന്ന് പറയുന്നത്. കൽപ്പിക്കുന്നത് പലരും കേട്ടു. നാളെ കഴിയേ വരാനായി കൽപ്പിച്ചാളെ അയച്ചു നിന്നുടെ അച്ഛൻ. നാളെ കഴിഞ്ഞ് വരാൻ വേണ്ടി, എവിടേക്ക്? ശിശുപാലനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആര്? നിൻ്റെ അച്ഛൻ ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിന്? നാളെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശിശുപാലനെ ആളെ അയച്ചിട്ടുണ്ട്, വരാൻ വേണ്ടി ആളെ അയച്ചിട്ടുണ്ട്. ആളെ അയച്ചു നിന്നുടെ അച്ഛൻ. നീളെ കേളി തുടർന്നിതു മതിമുഖിയാളെ നിന്റെ വിവാഹ വിശേഷം. നീളെ കേളി തുടർന്നിതു മതിമുഖി. അപ്പം എന്താ വെച്ചാൽ എല്ലായിടത്തും നിന്റെ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള വാർത്ത പ്രചരിക്കുകയാണ്. അതിൻ്റെ ആഘോഷം എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ വിവാഹ വിശേഷം. മേദിനി പതികളിൽ അഴകേറുന്നൊരു ചേതി മഹീശ്വരൻ എന്നും കേട്ടു. മേദിനി പതികളിൽ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ ഏറ്റവും അഴകേറുന്നൊരു ചേതി മഹീശ്വരൻ എന്നും കേട്ടു. ഈ ശിശുപാലൻ എന്ന് പറയുന്നത് ചേതി മഹീശ്വരനാണ് എന്ന് പറഞ്ഞാൽ ചേതി രാജ്യത്തെ രാജാവാണ് എന്നും കേട്ടു എന്ന് പറഞ്ഞാൽ ഈ സഖിമാർക്ക് കിട്ടിയ വിവരങ്ങൾ അവർ പരമാവധി അവിടുന്ന് അവർക്ക് ഇത്രേ അറിയുള്ളൂ. എന്താണ്? നിൻ്റെ കല്യാണം ഉറപ്പിച്ചു, ശിശുപാലനാണ് കല്യാണം കഴിക്കുന്നത്, അദ്ദേഹത്തെ വരാൻ ആളെ അയച്ചിട്ടുണ്ട്, ഈ വാർത്ത നാട് മുഴുവൻ പരക്കുകയാണ്, അദ്ദേഹം ചേതി രാജ്യത്തെ രാജാവാണ്. ഓക്കെ, ഇത്ര വിവരങ്ങൾ സഖിമാർ കേട്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ വന്നിട്ട് അവർ രുക്മിണിയോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ടോ പറയാണ്, ഖേദിക്കരുതേ രുക്മിണി നിന്മതി മോദിക്കേണം അടുത്തു വിവാഹം. ഇനി ഖേദിക്കരുതേ, ഇനി ദുഃഖിച്ചിരിക്കരുതേ. കാരണം വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ദുഃഖിക്കരുത് എന്നാണ് പറയുക, സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ഇനി ഖേദിക്കരുത്, ഇനി വിഷമിക്കരുത് രുക്മിണി. നിന്മതി മോദിക്കണം അടുത്തു വിവാഹം. ഇനി മോദിക്കണം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷിക്കണം. മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. മോദിക്കുക എന്നാൽ സന്തോഷിക്കുക എന്നാണ് അർത്ഥം. മോദിക്കേണം അടുത്തു വിവാഹം. നിൻ്റെ കല്യാണം അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വളരെയധികം സന്തോഷിക്കണം. സന്തോഷത്തിനൊട്ടും കുറവ് വരുത്തരുത്. കാരണം നിൻ്റെ വിവാഹം അടുത്തു കഴിഞ്ഞു എന്ന് സഖിമാർ പറഞ്ഞു. അപ്പോൾ ഇതിന് ശേഷമുള്ള ഭാഗം പിന്നീട് വിവാഹം തീരുമാനിക്കുന്നതും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ നിന്ന് കൃഷ്ണൻ വരികയും രുക്മിണിയെ കടത്തിക്കൊണ്ടു പോവുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഭാഗമാണ്. ശിശുപാലൻ അതിനെ എതിർക്കുന്നതും പിന്നെ ശിശുപാലൻ കൊല ചെയ്യപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതൊക്കെ ഇതിന് തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതൊന്നും ഈ ഘട്ടത്തിൽ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായി തന്ന
ഭാഗത്ത് പ്രതിപാദിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളൂ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരത്തിൽ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിയാവുന്നതും വിശദീകരിച്ച് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പരമാവധി ലളിതമായി വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരവുമുണ്ട്. എപ്പോഴും ഞാനത് കേൾക്കാനും ചോദ്യങ്ങൾക്ക് കാതോർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ സന്തോഷം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു പാഠഭാഗമായിട്ട് വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.